ഇന്നൊരു കഥയിലൂടെ തുടങ്ങാം. ഒരു മീൻ വിറ്റ് നടന്ന സ്ത്രീയുടെ കഥ. അവർ സ്ഥിരമായിട്ട് മീൻ കച്ചവടം നടത്തി ജീവിച്ചിരുന്നതാണ്. ഇന്ന് മീൻ കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ആ സ്ത്രീ മീൻ വിറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി കിടന്നുറങ്ങുന്നത് മീൻകൊട്ട തലയ്ക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ആ സ്മെല്ല് ആസ്വദിച്ചിട്ട് അതിൻ്റെ സൗരഭ്യം മീനിൻ്റെ സൗരഭ്യം ആയിക്കോട്ടെ, സൗരഭ്യം എന്ന് പറയാം, അതിൻ്റെ മണം ആസ്വദിച്ചിട്ട് അവരങ്ങനെ കിടന്നുറങ്ങും. അവരുടെ വീട്ടിൽ കുറേ പൂന്തോട്ടം ഉണ്ടായിരുന്നു, ചെടികൾ വളർത്തിയിരുന്നു, ചെടികളെ പരിപാലിച്ചിരുന്നു, നനച്ചൊക്കെ പരിപാലിച്ചിരുന്നു. അതൊക്കെ കണ്ണുകൊണ്ട് കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ദിവസം സ്വാഭാവികമായിട്ട് അവരുടെ മീൻകൊട്ട എടുക്കുവാൻ മറന്നുപോയി. മീൻകൊട്ട എടുക്കാൻ അവർ മറന്നുപോയി. അങ്ങനെ മീൻകൊട്ട എടുക്കാൻ അവർ മറന്നുപോയി. അന്ന് രാത്രി കുറേ സമയം കഴിഞ്ഞ് ഉറക്കം വന്നില്ല. സ്വാഭാവികമായിട്ട് ഉറക്കം വന്നില്ല. അവർ അങ്ങോട്ടൊക്കെ പോയി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വന്നില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം നല്ല സുഗന്ധം, പലതരം പുഷ്പങ്ങൾ ഞാൻ തന്നെ വളർത്തിണ്ടാക്കി, എന്തോ ഒരു സൗരഭ്യം. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നല്ല സൗരഭ്യം ഇവിടെ ഉണ്ട്, പൂന്തോട്ടത്തിൽ നല്ല സൗരഭ്യമുണ്ട്. ആ കൊട്ട ഇല്ലാതെ ഇരുന്നപ്പോഴാണ് അത് മനസ്സിലായത്. കൊട്ട എടുക്കാൻ പോകാനും പറ്റിയില്ല, അതിനെ പറ്റി ആ കാര്യങ്ങൾ വിട്ടു. അപ്പം അവർ കഷ്ടപ്പെട്ട് ആ സ്ത്രീ നനച്ചുണ്ടാക്കിയ പൂന്തോട്ടത്തിലെ ചെടികളുടെ സൗരഭ്യം ആസ്വദിക്കാൻ അവർക്ക് പറ്റിയില്ല. അവരുടെ കയ്യിൽ തന്നെ എവിടെയും തിരഞ്ഞുകൊണ്ടാണ്, അവരുടെ വീട്ടിൽ തന്നെയല്ല സൗരഭ്യം ആസ്വദിക്കാൻ അവർക്ക് പറ്റിയില്ല. മീൻകട്ട പോയപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ സൗരഭ്യമുണ്ട്. എല്ലാവരുടെ പൂന്തോട്ടത്തിലും, മനസ്സിൻ്റെ പൂന്തോട്ടത്തിലും, ജീവിതത്തിൻ്റെ പൂന്തോട്ടത്തിലും, വീട്ടിലെ പൂന്തോട്ടത്തിലും എല്ലാ സ്ഥലത്തും സൗരഭ്യമുണ്ട്. ഈ സൗരഭ്യം നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ഈ സൗരഭ്യം കൊടുക്കുക. ഈ പൂന്തോട്ടങ്ങളെ കാഴ്ചയായിട്ടും സൗരഭ്യമായിട്ടും ചിന്തകളായിട്ടും എല്ലാം പോസിറ്റീവ് എനർജി ആയിട്ട് ഈ പൂക്കളങ്ങൾ, ഈ ചിന്തകൾ, ഈ പൂവുകൾ, ഈ സൗരഭ്യങ്ങൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കുക, നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ.